സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന അസുഖമാണ് ഹൈപ്പോതൈറോയിഡും ഹൈപ്പർ തൈറോയിഡും. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് തൈറോയിഡ്. ചൂട്, ഹൃദയമിടിപ്പ് എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതോടൊപ്പം മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഊർജത്തിൻ്റെയും മാംസ്യത്തിൻ്റെയും നിയന്ത്രണം എന്നിവയെല്ലാം നിർവഹിക്കുന്ന ഗ്രന്ഥിയാണിത്. ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അയഡിൻ ഉപയോഗിച്ചാണ് തൈറോയിഡ് ഗ്രന്ഥി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ശരീരഭാരം വർദ്ധിക്കുക, അസഹ്യത, മന്ദത, വിഷാദം, അലസത ഒക്കെ തന്നെ ഇതിൻ്റെ ഫലമാണ്. തൈറോക്സിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. പെട്ടെന്ന് ശരീരഭാരം കുറയുക, ഹൃദയമിടിപ്പിൽ വ്യതിയാനങ്ങൾ കാണുക, അമിതമായി വിയർക്കുക എന്നിവയ്ക്കൊക്കെ കാരണം ഹൈപ്പർ തൈറോയിഡിസമാണ്. മുടികൊഴിച്ചിൽ, ആർത്തവ പ്രശ്നങ്ങൾ, ഞരമ്പുകൾക്ക് വേദന, വന്ധ്യത ഇതും പൊതുവായ ലക്ഷണങ്ങളാണ്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ ഭക്ഷണക്രമത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അയഡിൻ അടങ്ങിയ ഉപ്പ്, കടൽ മത്സ്യങ്ങൾ, മുട്ട തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പഴച്ചാറുകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് നല്ലതാണ്. കുരുമുളകും ഇഞ്ചിയും ഉപയോഗിക്കാം. പ്രകൃതിദത്ത ഭക്ഷണമായ വാഴപ്പഴം, ഇലക്കറികൾ, മറ്റ് വിഭവങ്ങൾ എന്നിവയ്ക്കൊപ്പം മഞ്ഞൾപ്പൊടിയും നല്ലത് തന്നെ. ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. തൈര്, ആട്ടിൻപാൽ തുടങ്ങിയവയും ഗുണകരമാണ്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ അയഡിൻ അടങ്ങിയ ഉപ്പ്, പാൽ ഉൽപ്പന്നങ്ങൾ, കടൽ മത്സ്യങ്ങൾ, ബേക്കറി ഭക്ഷണം, മുട്ടയുടെ മഞ്ഞ, സോഡ, കൃത്രിമ നിറങ്ങൾ ചേർത്ത പാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ്. അയഡിൻ ഇല്ലാത്ത ഉപ്പ്, മുട്ടയുടെ വെള്ള, ബദാം, കോഫി, ചായ, ഗോതമ്പ്, കാബേജ്, കോളിഫ്ലവർ, സോയ ചങ്ക്സ്, ഗ്രീൻ ടീ, പഴങ്ങളും പച്ചക്കറികളും യഥേഷ്ടം ഉപയോഗിക്കേണ്ടതാണ്. രോഗനിയന്ത്രണത്തിന് മരുന്ന് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഭക്ഷണക്രമവും.